മണിക്കൂറിലെ മറ്റു പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കിയാൽ തിരുവനന്തപുരത്ത് നിന്ന് ശാലിനിക്ക് പങ്കുവെക്കാനുള്ളത് ഉന്നത ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് അവലോകന യോഗങ്ങളിൽ മാന്യമായി പെരുമാറണമെന്നും അവലോകന യോഗത്തിൽ ഇരുന്ന് സംസാരിക്കാൻ അനുവദിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ ജീവനക്കാരെ അപമാനിക്കുന്നതായി പരാതി ഉയർന്നതിനെ തുടർന്നാണ് നടപടി. ശാലിനി, തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഈ ഒരു ഉത്തരവ്, അതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണ്? ഏതെങ്കിലും ഉദ്യോഗസ്ഥർ നൽകിയ പരാതിയിലാണോ? എന്തൊക്കെയാണ് ഈ ഉത്തരവിൽ പറയുന്നത്? ഉദ്യോഗസ്ഥർക്കാണ് ഈ ഉത്തരവ് നൽകുന്നത്. അതിൽ പ്രധാനമായും തദ്ദേശ സ്വയംഭരണ വകുപ്പ് പറയുന്നത് വകുപ്പിലെ ചില ഉന്നത ഉദ്യോഗസ്ഥർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പറയുന്നത് വകുപ്പിലെ ചില ഉന്നത ഉദ്യോഗസ്ഥർ കീഴ് ഉദ്യോഗസ്ഥരെ വലിയ ശാരീരികമായി അല്ലെങ്കിൽ മാനസികമായിട്ടൊക്കെ തന്നെ ഉപദേശിക്കുന്നു, അല്ലെങ്കിൽ പല അവലോകന യോഗങ്ങളിലടക്കം ഇരുത്തി അപമാനിക്കുന്ന രീതിയിലടക്കം പെരുമാറുന്നു. ഇതിങ്ങനെയുള്ള പരാതികൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മുൻപിൽ എത്തിയതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു ഉത്തരവ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇറക്കുന്നത്. അതിൽ പ്രധാനമായും തിരുവനന്തപുരം ജില്ലയിൽ അതിയന്നൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ, അതായത് 2024 മൂന്നാം മാസം 20-ാം തീയതി, മാർച്ച് മാസം 20-ാം തീയതി നടന്നൊരു ജില്ലാതല നികുതി പിരിവ് അവലോകന യോഗമുണ്ടായിരുന്നു. ഈ യോഗത്തിൽ ഗ്രാമപഞ്ചായത്തിലെ ഒരു ക്ലർക്ക് ബോധരഹിതനായി വീണ് പരിക്ക് പറ്റിയതിന് ഇടയായിട്ടുണ്ട്. ഈ സാഹചര്യം പരിശോധിച്ച ശേഷമാണ് ഇത്തരത്തിലൊരു ഉത്തരവ് എന്നുള്ളതാണ്. ഇത്തരത്തിലൊരു നടപടി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാക്കാനുള്ള അനിഷ്ട സംഭവങ്ങൾ ആവർത്തിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഈ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുക, ഒപ്പം തന്നെ അവലോകന യോഗങ്ങളിൽ ഉദ്യോഗസ്ഥരെ ഡയസിന് മുന്നിൽ എഴുന്നേൽപ്പിച്ച് നിർത്തിയുള്ള അവലോകനം ആവശ്യമില്ല. അവരവരുടെ ഇരിപ്പിടങ്ങളിൽ തന്നെ ഇരിക്കാൻ അനുവദിച്ചുകൊണ്ട് മൈക്ക് ഇരിപ്പിടങ്ങളിൽ നൽകി അവലോകനം നടത്തണം എന്നുള്ളതാണ് ഈ ഉത്തരവിലൂടെ ഡെപ്യൂട്ടി ഡയറക്ടർ, വിജിലൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ പറയുന്നത്. അവലോകന യോഗങ്ങളിൽ ഉദ്യോഗസ്ഥരോട് മാന്യമായും അവരുടെ അന്തസ്സ് സംരക്ഷിക്കുന്ന വിധത്തിലും പെരുമാറണം എന്നും ഈ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നിരവധി ജില്ലകളിൽ നിന്നും അടക്കം പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് അടിയന്തരമായി സർക്കാരിന്റെ ഭാഗത്തു നിന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു നടപടി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പൊതുമധ്യത്തിലടക്കം അപമാനിക്കുന്ന രീതിയിലുള്ള നടപടികൾ ഉന്നത ഉദ്യോഗസ്ഥരുടെയും മേൽ ജീവനക്കാരുടെയും ഭാഗത്തു നിന്ന് കീഴുദ്യോഗസ്ഥർക്ക് നേരിടേണ്ടി വന്ന സാഹചര്യം കാര്യമായി തന്നെ പരിഗണിച്ചുകൊണ്ടാണ് അടിയന്തരമായി തന്നെ ഈ ഉത്തരവ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുമുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തിരുവനന്തപുരത്ത് നടന്ന ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ്, പരാതികൾ ഉയർന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഒരു ഉത്തരവ്. ഉപേക്ഷ ഒറ്റ കാര്യം കൂടി, ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഈ ഉത്തരവിൽ പറയുന്നിരിക്കുന്ന മറ്റു കാര്യങ്ങൾ എന്താണ്? അല്ലെങ്കിൽ ഇത്തരം വീഴ്ചകൾ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ഇത്തരം പെരുമാറ്റം ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്താൻ ഏതെങ്കിലും തരത്തിലുള്ള ആളുകൾ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? അതിൻ്റെ നിയമ നടപടികൾ, അത്തരം കാര്യം എന്തെങ്കിലും ഈ ഉത്തരവിൽ പറയുന്നുണ്ടോ? ഉപേക്ഷ, നിലവിൽ അത്തരത്തിൽ ആരെയും ചുമതലപ്പെടുത്തിക്കൊണ്ടല്ല, പക്ഷേ മേലുദ്യോഗസ്ഥർ അത് കൃത്യമായി പാലിക്കണമെന്ന സൂചന നൽകിക്കൊണ്ട് അല്ലെങ്കിൽ നിർദ്ദേശം നൽകിക്കൊണ്ടാണ് ഈ ഉത്തരവ് അവസാനിക്കുന്നത് എന്നുള്ളതാണ്. അതിനു വേണ്ട നടപടികൾ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ സ്വീകരിക്കണം എന്നുള്ളതാണ്. അതായത് ഇതിൽ ചൂണ്ടിക്കാട്ടുന്നത് ഇത്തരത്തിലാണ്, ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ, അതായത് അനിഷ്ട സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. ഒപ്പം തന്നെ അതിന്മേലുള്ള നടപടികൾ, അത് എന്താണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളത് വകുപ്പ് മേധാവികൾ അടക്കമുള്ളവർ സ്വീകരിക്കണം എന്നുള്ളതാണ് ഇതിൽ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും സംസ്ഥാനത്ത് ഇത്തരത്തിൽ മേലുദ്യോഗസ്ഥർ തങ്ങൾക്ക് താഴെയുള്ള ജീവനക്കാരെ മാനസികമായി ഉപദ്രവിക്കുന്നുണ്ട് എന്നുള്ള വ്യക്തമായ സൂചനയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ അവലോകന യോഗങ്ങൾ, ഒപ്പം തന്നെ മറ്റു യോഗങ്ങളിലടക്കം ഡയസിന് മുന്നിൽ നിന്നും പൊതുമധ്യത്തിലേക്ക് വിളിച്ചിറക്കി അവരുടെ ചെയ്ത കാര്യങ്ങൾ ചോദിച്ച് അവരുടെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടെങ്കിൽ പരസ്യമായി ശകാരിച്ച് മാനസികമായി മുറിവേൽപ്പിക്കുക എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ അടിയന്തരമായി ഉത്തരവിറക്കുന്നത്. ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇരിക്കാൻ എന്ത് നടപടി സ്വീകരിക്കാം എന്നുള്ളത് വകുപ്പ് മേധാവികൾ ചിന്തിക്കണമെന്നും അതിൽ നടപടികൾ സ്വീകരിക്കണമെന്നും മാത്രമാണ് ഈ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷെ അത് എത്രത്തോളം യാഥാർത്ഥ്യമാകും എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഇടതനുകൂല സംഘടനകളിലുള്ള നിലവിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ളവർ മറ്റ് സംഘടനകൾ പ്രവർത്തിക്കുന്നതിന്റെ അടക്കം വൈരാഗ്യം തീർത്തുകൊണ്ട് വലിയ രീതിയിലുള്ള സംഭവങ്ങൾ സംസ്ഥാനത്തെ വിവിധ സർക്കാർ ഓഫീസുകളിൽ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് അതടക്കം ഒഴിവാക്കണമെന്നുള്ള ഈ ഉത്തരവ് എത്രത്തോളം നടപ്പിലാകും എന്നുള്ളത് വരും മണിക്കൂറുകളിൽ കണ്ടറിയേണ്ടതാണ്. ഉമേഷ്.